ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്കൊരു 10-15 ദിവസമെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടി നമുക്ക് നല്ല പഴുത്ത തക്കാളി, ചുമന്ന തക്കാളി 1 കിലോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. 4 പീസായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി, 2 പട്ട, 2 ഗ്രാമ്പ്, ഒരു ചെറിയ പീസ് സവോള കൂടെ ചേർത്ത് നമുക്കതൊന്ന് കിഴിയായിട്ട് കെട്ടിയിട്ട് നമുക്ക് തക്കാളിയിലേക്ക് ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അടിച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സ്പൈസസിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്ക് തക്കാളിയിൽ ചേർക്കുകയാണെങ്കിൽ നമ്മളത് എടുത്തു മാറ്റിയ ശേഷം വേണം നമുക്കത് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ചുകൂടെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്പൈസസിൻ്റെ കിഴിയൊന്ന് എടുത്ത് മാറ്റാം. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ലപോലെ അടിച്ചെടുത്ത ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അതിലെന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്ക് ഇനി അതിനെ നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. പാനിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തക്കാളിയുടെ പുളി അനുസരിച്ച് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 4 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചേർത്ത് കൊടുത്താൽ നല്ല കളറെല്ലാം കിട്ടും. പഞ്ചസാര വേണമെന്ന് നോക്കിയിട്ട് ഞാനൊരു 2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ കൂടെ ചേർത്ത് കൊടുക്കാം. വിനേഗർ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിപ്പോൾ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.